ദേശീയപാതയുടെ രൂപകൽപ്പന നടത്തിയവർ പ്രാദേശിക മേഖലകളിൽ പഠനം നടത്തിയില്ലെന്ന് കെ.സി. വേണുഗോപാൽ എം.പി. ഡിസൈനിംഗിൽ വീഴ്ച പറ്റിയതായും വേണുഗോപാൽ പറഞ്ഞു. ദേശീയപാതയുടെ വികസനത്തിന് തയ്യാറാക്കിയ ഡിസൈനിംഗിൽ വീഴ്ച പറ്റിയതായും ഡിസൈനിംഗ് തയ്യാറാക്കിയവർ പ്രാദേശിക മേഖലയിൽ പഠനം നടത്തിയിട്ടില്ലെന്നും കെ.സി. വേണുഗോപാൽ എം.പി. പറഞ്ഞു. ഓച്ചിറയിൽ പില്ലർ എലിവേറ്റഡ് ഹൈവേ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സമരപരിപാടികളുടെ ഭാഗമായി ഓച്ചിറയിലെത്തി സംസാരിക്കുകയായിരുന്നു എം.പി. പില്ലർ എലിവേറ്റഡ് ഹൈവേ എന്ന ആവശ്യം വളരെ പ്രാധാന്യമുള്ളതാണ്. ഇതിന് ആദ്യം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ച ശേഷം കേന്ദ്രമന്ത്രിയുമായി ചർച്ച ചെയ്ത് പരിഹാരം കാണുമെന്നും അദ്ദേഹം പറഞ്ഞു. ഓച്ചിറയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം നമ്മുടെ പരബ്രഹ്മ ക്ഷേത്രത്തിലേക്ക് ഉത്സവ പരിപാടികളിലായാലും ഇവിടെ വരുന്ന വിദേശ സഞ്ചാരികളായാലും വിനോദസഞ്ചാരികളായാലും തീർത്ഥാടന കേന്ദ്രം പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഒരുപാട് പേരുടെ പള്ളിയിൽ വരുന്ന ആളുകൾ. അപ്പോൾ ഈ ഓച്ചിറയിലെ ജനങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യം നേരത്തെ തന്നെ കണക്കിലെടുക്കേണ്ടതായിരുന്നു. ഡിസൈൻ ഉണ്ടാകുമ്പോൾ തന്നെ ഈ ഡിസൈൻ ഉണ്ടാക്കുന്നവരാണ് ഇത്രയും പേര് അവരുടെ എത്ര ട്രാഫിക് ഉണ്ടാകും, എത്ര പേര് വരുമെന്നൊക്കെ കണക്കിലെടുക്കുന്ന ഡിസൈൻ ഉണ്ടാക്കുന്നത്. ഈ ഡിസൈൻ തന്നെ പാകപ്പിഴയിലാണ് ഉണ്ടായിരിക്കുന്നത്. 2-3 സംഭവങ്ങൾ ഞാൻ പാർലമെൻറ്റിൽ ഉന്നയിച്ചപ്പോൾ മന്ത്രി തന്നെ സമ്മതിക്കുന്നു. ഇത് ഗൗരവതരമായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ ആലപ്പുഴയുടെ തീരദേശ പാതയിൽ ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നമുണ്ട്. ഇപ്പം കായംകുളത്തുകാർക്ക് അവരുടെ പ്രശ്നമുണ്ട്. സി.ആർ. മഹേഷ് എം.എൽ.എ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ നജീബ് മണ്ണേൽ, വരുൺ ആലപ്പാട്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കബീർ എൻസൈൻ, സുബിൻ ഷാ, പഞ്ചായത്ത് അംഗങ്ങളായ ബി.എസ്. വിനോദ്, എൻ. കൃഷ്ണകുമാർ, അയ്യാണിക്കൽ മജീദ്, ലീന പ്രവീൺ, രാജുമോൻ, ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളായ മെഹർ ഖാൻ ചെന്നല്ലൂർ, പ്രവീൺ, ഈസാക്കുട്ടി, ഓച്ചിറ താഹ, മനു ജയപ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.